എല്ലാവർക്കും നമസ്കാരം. ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. ഈ മാസം 9-ാം തീയതി, ഓഗസ്റ്റ് 9-ാം തീയതി ഗുരുവായൂർ, ഇരിഞ്ഞാലക്കുട, ചാലക്കുടി എന്നീ പ്രദേശങ്ങളിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പങ്കെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. ഓഗസ്റ്റ് 9-ാം തീയതി ഗുരുവായൂർ, ഇരിഞ്ഞാലക്കുട, ചാലക്കുടി ഈ 3 സ്ഥലങ്ങളിൽ ആദരണീയനായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പങ്കെടുക്കുന്ന പരിപാടികൾ 3 സ്ഥലങ്ങളിൽ, ഇരിഞ്ഞാലക്കുടയിൽ കോടതി സമുച്ചയം ഉദ്ഘാടനത്തിനും അതുപോലെ തന്നെ ചാലക്കുടിയിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി ഊരുത്സവം എന്ന് പറയുന്ന പരിപാടിയിലും 3 സ്ഥലങ്ങളിലും പങ്കെടുക്കുന്ന പരിപാടികളുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി ഉണ്ടാക്കുകയും അതുമായി ബന്ധപ്പെട്ട് സംഘാടകർ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അറിയാൻ സാധിച്ചൊരു കാര്യം, ഓഗസ്റ്റ് 9-ാം തീയതി നടക്കുന്ന പരിപാടികളുമായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കാനാണ് സംഘാടകർക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക വിശദീകരണങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നൽകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ചാലക്കുടിയിൽ ഊരുത്സവത്തിൻ്റെ ഭാഗമായിട്ട് 2 സംഘാടക സമിതികൾ, അതുപോലെ തന്നെ ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധ പ്രൊജക്റ്റുകൾ, അവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം, ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സെമിനാറുകൾ, അങ്ങനെ തുടങ്ങിയ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ക്രോഡീകരിച്ച് അതിവിപുലമായിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് ചാലക്കുടിയിലെ പരിപാടി ഇവിടുത്തെ സംഘാടകർ നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി യോഗങ്ങൾ കഴിഞ്ഞ് പരിപാടികളോട് അടുക്കുകയായിരുന്നു. ഇരിഞ്ഞാലക്കുടയിലാവട്ടെ, കേരളത്തിൽ ഹൈക്കോടതി കഴിഞ്ഞാൽ ഏറ്റവും വലിയ കോടതി സമുച്ചയം അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇരിഞ്ഞാലക്കുടയിൽ എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ ഇറങ്ങിയിരുന്നു. അതിൽ ആദരണീയനായിട്ടുള്ള ചീഫ് ജസ്റ്റിസിന് പുറമെ കേരള മുഖ്യമന്ത്രി, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മറ്റ് ആദരണീയരായിട്ടുള്ള ജഡ്ജിമാർ, MLA തോമസ് ഉണ്ണിയാടൻ എന്നിവരുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ ഇറങ്ങിയിരുന്നു. പക്ഷേ അതിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഒരാളുടെ സാന്നിധ്യം എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ അറിയാൻ ശ്രമിച്ചു. അതായത് കേന്ദ്രമന്ത്രിയും തൃശ്ശൂരിൻ്റെ MP യുമായിട്ടുള്ള ആദരണീയനായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ചിത്രം അതിൽ ഉണ്ടായിരുന്നില്ല. 60% കേന്ദ്ര ഫണ്ടും 40% കേരള ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചുള്ള ഈ കോടതി സമുച്ചയത്തിൻ്റെ പരിപാടികളിൽ എന്തുകൊണ്ടാണ് ഈ സുരേഷ് ഗോപിയെ മാറ്റി നിർത്തിയെന്നുള്ളത് അറിയില്ല. എന്തായിരുന്നാലും ഇത്തരം പരിപാടികൾക്കൊക്കെ ഒരു വലിയ പ്രോട്ടോക്കോൾ ഉണ്ടാകും. ആ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും വേദിയിൽ ആരൊക്കെ ഇരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ MLA തോമസ് ഉണ്ണിയാടൻ ഉൾപ്പെടെയുള്ളവർക്ക് വേദിയിൽ സാന്നിധ്യവും ഇരിപ്പിടവും ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ സംശയങ്ങളൊക്കെ ഇരിഞ്ഞാലക്കുടയുടെ അകത്തളങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഈ സംഘാടക സമിതി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഏറ്റവും വലിയൊരു കോടതി സമുച്ചയം, ഇതുമായി ബന്ധപ്പെട്ട് 10ഓളം കോടതികൾ പ്രവർത്തിക്കുന്നു. ഇനി പഴയ കോടതിയിൽ നിന്നുള്ള സംഗതികൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിനിടയിലാണ് ഇങ്ങനെയൊരു കാര്യം ഇപ്പോൾ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് കേരളത്തിൽ ഓഗസ്റ്റ് 9-ാം തീയതി പങ്കെടുക്കാനായിട്ട് വരുമെന്നറിയിച്ചിരുന്ന കാര്യങ്ങളെല്ലാം തൽക്കാലത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിപുലമായ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളെല്ലാം തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനാണ് സംഘാടകരോട് ഇപ്പോൾ അറിയിപ്പിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിശദീകരണങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നന്ദി, നമസ്കാരം.